വടകരയിലെ ആഹ്ലാദ പ്രകടനം RMPയുടെ ആഹ്ലാദ പ്രകടനമാണ്. മുമ്പിൽ നിന്ന് പ്രകടനം നയിക്കുന്നത് KK രമ. ഈ രമയെ ആസ്ഥാന വിധവ എന്ന് നിയമസഭയിൽ പരിഹസിച്ചിട്ടുണ്ട് CPM-ന്റെ മുതിർന്ന നേതാക്കൾ. ഇത് മധുര പ്രതികാരമാണ്. മധുര പ്രതികാരം തന്നെയാണ്. കാരണം വടകര മണ്ഡലത്തിൽ KK രമ റെപ്രസെന്റ് ചെയ്യുന്ന വടകര അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസി മാത്രമാണ് UDF-നുള്ളത്. ആ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി നേടുന്ന വിജയം ചെറുതല്ല. എന്നുതൊട്ടാണ് വടകര UDF-നൊപ്പം നിന്നു തുടങ്ങിയത്. അതിന് UDF-ന് കൊടുക്കേണ്ടി വന്ന, RMPക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്നത് ഓരോ മുദ്രാവാക്യത്തിലും, ഓരോ കാഴ്ചയിലും, ദൃശ്യങ്ങളിലും, അതിന്റെ ഓരോ ശകലത്തിലും തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് KK രമ വിളിക്കുന്ന മുദ്രാവാക്യം ഇടതിന്റെ നെഞ്ചിൽ ചെന്നുകൊള്ളും. മലപ്പുറത്ത് ET 1,97,000 2 ലക്ഷം കടക്കാൻ പോകുന്നു. മറികടക്കുന്നു. ഹംസാക്ക പൊളിച്ച്. ഹംസാക്ക വന്നതോടുകൂടി സമസ്തയുടെ വോട്ട് എന്തൊക്കെയായിരുന്നു. സമസ്തയുടെ വോട്ട്, മുജാഹിദ് വോട്ട്, ആ വോട്ട്, ഈ വോട്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച കോഴിക്കോട് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് വലിയ വിജയം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. കോഴിക്കോടും പോയി, പൊന്നാനിയും പോയി, എല്ലാം പോയി. മലബാറിൽ ഒരു മണ്ഡലത്തിലേക്കും കടന്നെത്താനാവുന്നില്ല. പാലക്കാട് തൊട്ട് വടക്കോട്ട് ഒരിടത്തും CPM ഇല്ല. CPM-ന്റെ ഉറച്ച മേഖലകൾ, ഉറച്ച കോട്ടകൾ, CPM-ന്റെ ചെങ്കൊടി അധികം ഉയരത്തിൽ വീശാൻ, ഏറ്റവും വലിയ മരത്തിൽ കൊടികെട്ടാൻ കാത്തു നിൽക്കുന്ന സഖാക്കളുള്ള മണ്ണിൽ CPM-ന് പിണറായി വിജയൻ എഫക്ട്. രണ്ട് മുസ്ലിം സമുദായത്തെ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അത്. ഞങ്ങൾ ഗാസയിൽ ഐക്യദാർഢ്യം നടത്തിയില്ല, നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരല്ല. കറക്റ്റായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു സമൂഹത്തെ ഇതുപോലെയുള്ള ഗ്രിമ്മിക്കുകളിലൂടെ ആ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാം എന്ന പരീക്ഷണം പാളിപ്പോയതിന്റെ ദുരന്തമാണ് മലബാറിൽ ഇടതുമുന്നണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ച കഴിഞ്ഞ തവണത്തെക്കാൾ കനത്ത പരാജയമാണ് എല്ലാ മണ്ഡലങ്ങളും. വീണ്ടും കുറഞ്ഞു. തിരുവനന്തപുരത്ത് വീണ്ടും കുറഞ്ഞു, 3000-ലേക്ക് കുറഞ്ഞു. തിരുവനന്തപുരം ഇതാ ശശി തരൂരിന്റെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിക്കുമോ? 5000-ൽ നിന്ന് 3588, 11,000-ൽ നിന്ന് 5000-ലേക്ക്, അവിടെ നിന്ന് 3500-ലേക്ക് ലീഡ് കുറയുകയാണ് NDA സ്ഥാനാർത്ഥിക്ക്. നേരത്തെ പറഞ്ഞതിന് ബാക്കി കേരളത്തിലെ ജനതയെ അങ്ങോട്ട് രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് ലീഡ്. 192 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. 2014 ആവർത്തിക്കുകയാണ്. 2014-ന്റെ തനിയാവർത്തനം. അവസാന സീനിൽ ക്ലൈമാക്സിലേക്ക് പോകുന്നു തിരുവനന്തപുരം. 2 വോട്ടിന്റെ ലീഡ് പിടിച്ച് ശശി തരൂർ മുന്നിൽ വന്നിരിക്കുന്നു. ഏറെ നേരം എന്തിനാണ് 11,000 മാറാതെ നിന്നത്? എന്തിന് സംശയമുണ്ടോ അവിടെ ആർക്കെങ്കിലും? ശശി തരൂർ തിരുവനന്തപുരത്ത് ലീഡ് പിടിക്കുന്നതോടുകൂടി കോൺഗ്രസിന്റെ ടാലി 96-ലേക്ക് ദേശീയ തലത്തിൽ പോകും. തിരുവനന്തപുരത്ത് തരൂരിന് ലീഡ് 18 സീറ്റുകളിലും. അപ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ACC അധ്യക്ഷനാവാൻ ചെന്ന ശശി തരൂരിന് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് നടക്കുന്ന ഘട്ടത്തിൽ തോറ്റുമടങ്ങാനാവില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ, പക്ഷെ അതിനപ്പുറത്ത് തിരുവനന്തപുരം മണ്ഡലം ഇനിയും മത്സരം കഴിഞ്ഞിട്ടില്ലാത്ത തിരുവനന്തപുരം മണ്ഡലം അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരും. എന്നറിയാനുണ്ട്. ശശി തരൂരോ രാജീവ് ചന്ദ്രശേഖരോ അനുനിമിഷം മാറി മറിയുന്ന ഇപ്പോൾ ആ ത്രില്ലറിൽ ഈ നിമിഷം ശശി തരൂർ. തിരുവനന്തപുരം ത്രില്ലർ നോക്കൂ. മലപ്പുറത്ത് 2014-ലെയും 2021-ലെയും ഭൂരിപക്ഷം മുസ്ലിം ലീഗ് മറികടന്നിരിക്കുന്നു. ലീഗിന് ഭൂരിപക്ഷം കുറയും എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇതാ ഭൂരിപക്ഷം കൂട്ടുകയാണ്. പുതിയ റെക്കോർഡുകൾ പല മണ്ഡലങ്ങളും എഴുതി ചേർക്കുന്നു. അതിലൊരു മണ്ഡലമാണ് സമസ്ത മേഖലകളിലും ലീഗ്. എടുത്തു പറയണം, സമസ്ത മേഖലകളിലും 2,12,000 കിടക്കുന്നു. ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് മലപ്പുറം UDF. ETയെ ഖൽബിലേക്ക് ചേർത്ത് വെക്കുകയാണ് മലപ്പുറം. ഇവിടെ വേറൊരു മണവാളൻ വേണ്ട എന്ന തുറന്ന പ്രഖ്യാപനം. തിരുവനന്തപുരമാണ് നമുക്ക് അറിയേണ്ടത്. തരൂരിന്റെ ലീഡ് കൂടുകയാണോ പ്രശാന്ത്? തരൂര് പിടിച്ചോ? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നു. തരൂര് ലീഡിലേക്ക് വരുന്നു. ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം ഒഴിച്ച് പിന്നീട് ലീഡിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. അതായത് 192 വോട്ടിന് ശശി തരൂർ ലീഡ് ചെയ്യായിരുന്നു. 10,000 വോട്ടിന് ലീഡ് ചെയ്യായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ട് കുത്തനെ 5,195 ഇടിഞ്ഞു. അതിനുശേഷം ഈ അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ തരൂർ ലീഡിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് അവിടുന്ന് തന്നെ തുടരാം. അതായത് തീരദേശ മേഖലയിലേക്ക് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ, അതായത് അവസാന റൗണ്ട് വോട്ടുകൾ 10 റൗണ്ട് വോട്ടിലേക്ക് എത്തുമ്പോൾ ശശി തരൂർ ലീഡിലേക്ക് എത്തുന്ന കാഴ്ച 2014 ആവർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ്.
അതായത് 10 റൗണ്ട് എത്തുമ്പോൾ അന്ന് രാജഗോപാലിന് 17,000 വോട്ട് ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ 10 റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ശശി തരൂരിനാണ് ലീഡ്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നഷ്ടമായിരിക്കുന്നു. അതായത് ഒരു കംഫർട്ടബിൾ പൊസിഷനിലല്ല രാജീവ് ചന്ദ്രശേഖർ കംഫർട്ടബിൾ പൊസിഷനല്ല. കാരണം ഇനി എണ്ണാനുള്ളത് തരൂരിന്റെ കാച്ച്മെന്റ് ഏരിയകളാണ്. തിരുവനന്തപുരം ത്രില്ലറിൽ ശശി തരൂർ മുന്നോട്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടന്നിരിക്കുന്നു.